നിതിൻ കണിച്ചേരി, ഇന്ന് കോൺഗ്രസ് സ്വീകരിച്ച ഈ നിലപാട് സത്യത്തിൽ മാതൃകാപരമല്ലേ? കോൺഗ്രസ് സ്വീകരിച്ച ഈ നിലപാട് ഗത്യന്തരമില്ലാതെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ചെയ്യേണ്ടി വന്നു. ഗതികേട് കൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വം ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരം നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ 10 12 അതിലധികമോ പെൺകുട്ടികൾ രക്ഷപ്പെടുമായിരുന്നു. ഇത്രയേറെ ഗർഭഛിദ്രങ്ങൾ ഈ കേരളത്തിൽ ഇതിനോടകം രാഹുലിൻ്റെ നേതൃത്വത്തിൽ നടക്കുമായിരുന്നില്ല. രാഹുലിനെതിരായിട്ടുള്ള പരാതി എന്നുയർന്നു വന്നതാണ് എന്ന് ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ നിന്ന് കോൺഗ്രസിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ശ്രീ ഷാഫി പറമ്പിൽ, കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ തന്നെ വെളിപ്പെടുത്തി. വർഷങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായി കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മുന്നറിയിപ്പുകൾ പെൺകുട്ടികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് നൽകിയിരുന്നതാണ്. അന്നൊന്നും കോൺഗ്രസിൻ്റെ നേതൃത്വം അത് ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ഇയാളെ ഒരു കെട്ടഴിച്ച് വിട്ടതുപോലെ കേരളത്തിലാകെ വിടുകയായിരുന്നു. ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ള സമീപനം എന്താ? കോൺഗ്രസിൻ്റെ നേതാക്കളെ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ആളുകളായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ മാറി, കോൺഗ്രസിൻ്റെ നേതാക്കൾ മാറി. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസ്സുകാരെ വിശ്വസിച്ച് അമ്മയും പെങ്ങളും സഹോദരിമാരുമൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന നിലയിലേക്കെത്തി. അത്തരം വെളിപ്പെടുത്തലുകൾ കേരളത്തിൽ ഒരു മാലപ്പടക്കം പോലെ, ഒരു വെളിപ്പെടുത്തലല്ല, ആ വെളിപ്പെടുത്തലിൻ്റെ തുടർച്ചയിൽ മാലപ്പടക്കം പോലെ ഈ വെളിപ്പെടുത്തലുകൾ വന്നു. അതിഗുരുതരമായി കോടതി കണ്ടെത്തിയ കാര്യങ്ങൾ ഇന്ന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഒരു നിലയിലും ഈ രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് തിരുവനന്തപുരത്തെ കോടതി ഇട്ടിരിക്കുന്ന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനെതിരായി ഉയർന്നു വരാത്ത, രാഷ്ട്രീയ നേതാവെന്ന് പോട്ടെ, അങ്ങേയറ്റത്തെ കുറ്റം ചെയ്ത കുറ്റവാളികൾക്കെതിരായി പോലും വരാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ പുറത്തു വരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഞങ്ങളെന്തോ മാതൃകാപരമായ കാര്യം ചെയ്തു, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് അല്പമെങ്കിലും ഉളുപ്പും ജനങ്ങളുടെ മുമ്പിൽ അവരെ അഭിമുഖീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണോ കോൺഗ്രസിൻ്റെ നേതൃത്വം പെരുമാറേണ്ടത്?